മിസ് ചെയ്യുന്നുണ്ടല്ലേ. അതിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് വിവാഹ ചടങ്ങുകൾ. നല്ലൊരു ബിരിയാണി കഴിച്ചിട്ട് എത്ര കാലമായി. അതുപോലെ തന്നെ നെയ്ച്ചോറും കോഴിമുളകിട്ടും. എൻ്റെ നാട് കോഴിക്കോടാണ്. നമ്മുടെ നാട്ടിലെ സ്പെഷ്യൽ ഐറ്റാണ് കോഴിമുളകിട്ടതും നെയ്ച്ചോറും. പ്രത്യേകിച്ച് ശനിയാഴ്ച, കല്യാണത്തിൻ്റെ ശനിയാഴ്ച തലേ ദിവസം വളരെയധികം ടേസ്റ്റുള്ള വളരെ നല്ലൊരു കോമ്പിനേഷനാണ് കോഴിമുളകിട്ടതും നെയ്ച്ചോറും. ഇതിലെ കോഴിമുളകിട്ടതാണ് ഇന്നത്തെ നമ്മുടെ ഐറ്റം. അതിൻ്റെ കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം, കമൻറ്റ് ചെയ്യാം. എന്നാൽ നമുക്ക് വെപ്പ് പന്തലിലേക്ക് പോകാം. 1 കിലോ ചിക്കനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബ്രോയിലർ ചിക്കനാണ്. സാധാരണ ഈ കറിക്ക് ഏറ്റവും നല്ലത് ലഗോൺ ചിക്കനാണ്. ലഗോൺ ചിക്കൻ ഇവിടെ അവൈലബിൾ അല്ല. നാട്ടിലാണ് അഥവാ ചെയ്യുന്നതെങ്കിൽ ലഗോൺ എടുക്കണം. ലഗോണിലാണ് ഇതിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. സാധാരണ കല്യാണപ്പുരയിലൊക്കെ ലഗോൺ ചിക്കനിലാണ് ചെയ്യാറ്. പ്രിപ്പറേഷൻ്റെ ടൈമിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ചിക്കൻ പീസിലുള്ള നെയ്യ് കംപ്ലീറ്റ് ഒഴിവാക്കരുത്. ഇതുപോലെ കുറച്ച് നെയ്യ് അതിൽ വെക്കണം. കാരണം ഈ കറിക്ക് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ മുളകിൻ്റെ കുത്തലിനും കുറച്ചൊരു മാറ്റം ഉണ്ടാവും. ഈ കറിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ വലിയ ഉള്ളി കട്ട് ചെയ്യുന്നതിൻ്റെ രീതി വളരെ വ്യത്യസ്തമാണ്. നമ്മൾ സാധാരണ വീട്ടിൽ കട്ട് ചെയ്ത പോലെ സ്ലൈസ് ചെയ്തിട്ടല്ല. ഇതിന് പൗഡർ കട്ടിംഗ് എന്ന് പറയും. ഇതുപോലെ നല്ല പൗഡറായിട്ട് വരണം, വളരെ ചെറിയ പീസുകളായിട്ട്. അതെങ്ങനെ കട്ട് ചെയ്യാൻ നോക്കാം. നല്ല കത്തി ഉണ്ടെങ്കിലേ ഇതുപോലെ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല മുറിച്ചുള്ള കത്തിയായിരിക്കണം, അല്ലെങ്കിൽ ഇത് പൊടിഞ്ഞു പോവും. ഇനി ഒന്ന് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് ഇറക്കി കട്ട് ചെയ്യുക. വളരെ അടുപ്പിച്ചിട്ട് എത്ര ചെറുതാക്കാൻ പറ്റുമോ അത്രയും ചെറുതാക്കാം. കാരണം ഈ പൗഡർ കട്ടിംഗ് ആണ് ഈ കറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് പ്രഷർ കുക്കറിലിട്ടിട്ട് 2 വിസിലടിക്കും. അപ്പോൾ ഈ പൗഡറൊക്കെ കംപ്ലീറ്റ് അതിൽ മിക്സ് ആവും. ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം കേട്ടോ. നന്നായിട്ട് പൗഡർ ആവണം, അത്രയേ ഉള്ളൂ. ഇനി ഇതൊന്ന് സെൻറ്റർ കട്ട് ചെയ്യാം. സെൻറ്റർ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് പൊടിയായിട്ട് കട്ട് ചെയ്തെടുക്കണം. കാരണം നമ്മൾ ഇത് പ്രഷർ കുക്കറിലിട്ട് 2 വിസിലടിക്കുന്നുള്ളൂ. അല്ലാതെ സാധാരണ ഓയിൽ ഒഴിച്ചിട്ട് അത് ബ്രൗൺ കളറാക്കുന്നില്ല. വലിയ പീസുകളാണെങ്കിൽ അത് ഉള്ളി കടിക്കും. ചെറിയ ഉള്ളി 200 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഈ കറിക്ക് ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ചെറിയ ഉള്ളിയാണ്. 200 ഗ്രാമിൽ കുറയാതെ ചെറിയ ഉള്ളി എടുക്കുക. ഇത് എത്ര പീസ് ഉണ്ടാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. 200 ഗ്രാം എടുത്താൽ അത് കറക്റ്റായിരിക്കും. 2 മീഡിയം സൈസ് വലിയ ഉള്ളി, അതുപോലെ തന്നെ 200 ഗ്രാം ചെറിയ ഉള്ളി ഇതുപോലെ സ്ലൈസ് ആക്കിയത്. ഏകദേശം രണ്ടും സെയിം ക്വാണ്ടിറ്റി ആയിരിക്കും. ഇതിലേക്കൊരു വലിയ പീസ് ഇഞ്ചി വേണം. 2 പച്ചമുളക് 2 എടുക്കുന്നുള്ളൂ. കാരണം നമ്മൾ മുളക് പൊടി ഒരുപാട് യൂസ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് പച്ചമുളക് 2 മാക്സിമം എടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു 6 ഇതൾ വെളുത്തുള്ളി. അതുപോലെ തന്നെ 2 മീഡിയം സൈസ് തക്കാളി, നല്ല പഴുത്ത തക്കാളി ആയിരിക്കണം. ഇതുപോലെ ചെറിയ പീസാക്കിയത്. ഇനി ഇതിലേക്ക് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു നുള്ള് ഉലുവ വേണം. അതുപോലെ തന്നെ ഒരു നുള്ള് നല്ല ജീരകം. അതിൻ്റെ കൂടെ കാശ്മീരി മുളക് 1 ടേബിൾ സ്പൂണാണ്. ടേബിൾ സ്പൂൺ ഇതുപോലെ നിറയ്ക്കരുത്, ഒന്നിങ്ങനെ വടിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് സാധാരണ മുളക് പൊടി, 1/4 ടീസ്പൂണാണ് മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടി എടുത്താലും മതി. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതാണ് നമുക്ക് വേണ്ട മസാലകൾ. ഇനി ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ലഗോൺ ചിക്കനും അതുപോലെ തന്നെ ബ്രോയിലർ ചിക്കനും മെത്തേഡിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നുള്ളത്. നമ്മൾ ഇപ്പോൾ ചിക്കൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അഥവാ നിങ്ങൾ ലഗോൺ ചിക്കനാണ് എടുക്കുന്നതെങ്കിൽ ചിക്കൻ ഈ സമയത്ത് തന്നെ ആഡ് ചെയ്യണം. ഒരു പ്രഷർ കുക്കർ എടുക്കുക. അതിനുശേഷം ചിക്കന്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, ഗരം മസാല, ഈ 3 സാധനങ്ങൾ മാത്രമേ നമ്മളിപ്പോൾ ആഡ് ചെയ്യില്ല. ബാക്കിയുള്ള എല്ലാ
ഐറ്റംസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ മതിയാവും. അതിനുശേഷം ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം. അല്പം ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഓവറായിട്ടിടരുത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്യാം. നല്ല മിക്സായിട്ട് പ്രഷർ കുക്കറിലിട്ടിട്ട് 2 വിസിലടിക്കണം. മസാല ഒന്ന് നന്നായിട്ടൊന്ന് ബോയിലാവണം. പ്രഷർ കുക്കറിൽ ഒരു 2 വിസിലാവുന്ന വരെ ഒന്ന് അടച്ചു വെക്കാം. 2 വിസിൽ മതി. 2 വിസിലാകുമ്പോഴേക്കും ആ ഉള്ളിയും തക്കാളിയെല്ലാം നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടും. ഇതുപോലെ നന്നായിട്ട് വെന്തുടയണം. അതിനുശേഷം ഒരു പാനിലേക്ക് മാറ്റാം. കുറച്ച് കുഴിയുള്ള ടൈപ്പാണെങ്കിൽ വളരെ നന്നാവും. അതിനുശേഷം ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. കറിയിൽ അതുപോലെ വെള്ളം ആഡ് ചെയ്യരുത്. കാരണം നമ്മൾ ചിക്കന് ഇടുന്നതുകൊണ്ട് ചിക്കനിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. പ്രത്യേകിച്ചിട്ട് വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചിക്കൻ നന്നായിട്ട് വേണം. ലഗോൺ ചിക്കൻ ആണെങ്കിൽ കുറച്ചും കൂടി സമയം വേണ്ടി വരും. 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പെപ്പർ അതുപോലെ തന്നെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ വെന്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി കുറച്ച് സമയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഈ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല കട്ടിയുള്ള കറിയായിട്ട് വരണം. ആ താഴത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുന്നത് നല്ലതാണ്, നല്ല ഹരാണ്. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വെറൈറ്റി കറികൾ അതുപോലെ തന്നെ മറ്റുള്ള ഡിഷുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നോക്കാം. എന്താണ് ഫീഡ്ബാക്ക് എന്നുള്ളത് കമൻറ്റിൽ ടൈപ്പ് ചെയ്യാം. നമ്മുടെ കല്യാണപ്പുര കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു സേവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.